അപ്പോ എന്നാൽ പഠിപ്പിച്ച ശുക്രാചാര്യ പറഞ്ഞു കൊടുക്കരുത്. കാരണം എന്താ, ഈ ചോദിച്ചു വന്നിരിക്കുന്ന ആളാരാ? വിഷ്ണുവിന്റെ അംശമാണെന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല അല്ലേ? അപ്പൊ കേൾക്കാണ്ടാണ് മഹാബലി എന്ത് പറയണത്, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞതനുസരിച്ച് കൊടുക്കേണ്ടി വന്നു. അതോടുകൂടി ആരുടെ കാര്യം കഴിഞ്ഞു? മഹാബലിയുടെ കാര്യം കഴിഞ്ഞു. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അതിനെ ആലോചിച്ചിട്ട് വേണം കൊടുക്കാൻ. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഏതായാലും അങ്ങനെ മനോരമ പറഞ്ഞു നമുക്ക് ഇവിടെ വിട്ടു പോകാം. അങ്ങനെ അവര് വീട് വിട്ടിറങ്ങി ഭഗീരഥി നാട്ടി കടന്നു അക്കരെ ചെന്നു. അക്കരെ ചെന്നപ്പോ ഭരദ്വാജന്റെ ഒരു ആശ്രമം കണ്ടു. ഈ ആശ്രമത്തിനകത്ത് അവർ കയറി ചെന്നു. പക്ഷെ ഭരദ്വാജ മുനിക്ക് ഇത് ആരാണെന്നൊന്നും അറിയാൻ പാടില്ല. കാരണം വന്നിരിക്കുന്നവര് പുതിയ 2 പേരാണ്. മന്ത്രിയുണ്ട്, മകനുണ്ട്, മനോരമയുണ്ട്. ആരും എന്താണ് ആരാണെന്നൊന്നും അറിയില്ല. ആ കാട്ടിനകത്തുള്ള ആശ്രമത്തിനകത്ത് അവർ ചെന്നിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ എന്താ വേണ്ടേ ആലോചിച്ചു. ഭരദ്വാജനെ അറിയില്ല. ഭരദ്വാജൻ ചോദിച്ചു, നിങ്ങൾ ആരാ? ഓ, മന്ത്രി പറഞ്ഞു കൊടുത്തു, ഇത് ധ്രുവസന്ധ്യയുടെ ഭാര്യയാണ്. നല്ലൊരു ഭരണാധികാരിയായിരുന്നു. കോസല രാജ്യത്തിന്റെ രാജാവായിരുന്നു ധ്രുവസൻ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഇദ്ദേഹത്തിന്റെ മകനാണ് ഈ സുദർശനൻ. ഇവരുടെ അച്ഛനെ യുദ്ധത്തിനകത്ത് ആര് കൊന്നു? യുദ്ധാജിത്ത് കൊന്നു. അതുകൊണ്ട് ഒരു അഭയം കൊടുക്കണം എന്ന്